കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വണ്ടിയായ മാരുതി സുസുക്കി ബ്രസയുടെ. ഇനി നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റുള്ള ഓപ്ഷൻസും കൂടെ നോക്കണം. അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 4 വർഷത്തോളമായി. വണ്ടിയുടെ ഓണർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കുറച്ച് വർഷങ്ങളായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കൊള്ളത്തില്ല, എനിക്കിതൊരു ഉപയോഗപ്പെട്ടില്ല കേട്ടോ. വലിയ അഭിപ്രായമൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ എനിക്ക് ഒരു ഉപയോഗമില്ലാതായിട്ട് എനിക്ക് അറിഞ്ഞിടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ വളരെ മോശമായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ്. ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന വണ്ടിയിൽ അത്യാവശ്യം മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ CFL ഇതിനെക്കാട്ടി മെട്രോ ഉണ്ട്. ഇതിന്റെ എടുത്ത ഷോറൂമിൽ തന്നെ ഒരു ഷോറൂം പേരമെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കാര്യം. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ 2 സൈഡ് മിററിനും ഈ സെയിം ഇഷ്യൂ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ചെറിയ LED ബൾബം കണ്ടാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതിനകത്ത് കമ്പനി പറയുന്നത് ഇതിനകത്ത് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ഭയങ്കര സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും മൈലേജ് മറ്റുള്ള വണ്ടിയൊക്കെ കിട്ടുന്നുണ്ട് എന്നെനിക്ക്. പിന്നെ കുറെ നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഇന്റീരിയറിനെ സംബന്ധിച്ചിട്ട് കുറെ നെഗറ്റീവ്സ് എനിക്ക് പറയാനുണ്ട്. ഇതിന്റെ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൂടെ നടക്കുമ്പോൾ ആ സാധനം പൊട്ടിപ്പോയി. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ കയറി പോകും, അല്ലാതെ നോർമലി കയറി പോകുമെന്ന് തോന്നുന്നില്ല. നെഗറ്റീവുകൾ നമുക്ക് ഫീൽ ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ ഫുള്ളായിട്ട് പക്ക കിട്ടൂല. എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ടോട്ടലി എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു പൈസക്ക് ഈ വണ്ടി